നമസ്കാരം. മലപ്പുറത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ വിജയിച്ച UDF പ്രവർത്തകർ ഒരു മുദ്രാവാക്യം വിളിച്ചു. ന്റെ പൊന്നോ, കേട്ടായിരുന്നു? ചുമ്മാതല്ല UDFും ലീഗൊക്കെ നിലനിന്ന് പോകുന്നത്. അണികളൊക്കെ എന്ന് കണ്ടില്ലേ? ഏത് പോയ അണ്ണാനെ പോലെ വിജയിച്ചു എന്നും. അത് വിട്ടൊരു കളിയില്ല. അണ്ണാനെങ്കിൽ അണ്ണാൻ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ സാധാരണഗതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന എന്താണ്? ആവേശപൂർവ്വം ആ ഒരു ആഹ്ലാദം ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആവേശം അങ്ങ് അലതല്ലി ഒഴുകുന്നത്, അതാണ് മുദ്രാവാക്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇതെന്താണ്? ആ വിളിച്ച വാചകം വെച്ചിട്ട്, വിളിച്ചത് മൂരിക്കുട്ടിയാണെന്ന് കാണുമ്പോൾ അറിയാം. കാര്യം ആ ലുക്കൊക്കെ കണ്ടില്ലേ? ആ ലുക്ക് മാത്രമേ ഉള്ളൂ, മൊത്തത്തിൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇതാണ് ഈ നാട്ടിൽ കോൺഗ്രസും ലീഗിനും എല്ലാത്തിനും എന്ത് കള്ളം പറഞ്ഞാലും നിലനിൽക്കാൻ പറ്റുന്നത്. ഇതുപോലുള്ള അണികൾ. എങ്ങനെ? ഇതേപോലുള്ള അണികൾ, ഏതുപോയ അണ്ണാനെ പോലുള്ള അണികൾ. ഈ അണ്ണാനെ പോലുള്ള അണികൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എന്ത് തരം വേലത്തരം കാണിച്ചാലും നിലനിൽക്കാൻ പറ്റുന്നത്. ഓഡിറ്റബിൾ അല്ല. കാര്യം അതിനെ വല്ല അറിയണ്ടേ? ഇതൊക്കെ കുഞ്ഞാപ്പമാർ വിളിച്ചിരുത്തി ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ച മുദ്രാവാക്യമാണ്. കോൺഗ്രസ്സുകാരും UDFുകാരും വളഞ്ഞിരുന്ന് വെറൈറ്റി മുദ്രാവാക്യം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആലോചനയിൽ നിന്ന് പുറത്തു വന്ന ആ മുദ്രാവാക്യം, അത് കേട്ട് കുഞ്ഞാപ്പമാരെല്ലാം കോരി ധരിച്ചു പോയി എന്നാണ് പറയുന്നത്. പലതരം മുദ്രാവാക്യങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഇനി ജീവിതത്തിൽ കേൾക്കാനും വഴിയില്ല. കാര്യം മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകളും ആവേശോജ്ജലായിരിക്കണം. അതിന് അത്രത്തോളം അർത്ഥവത്തായ വരികൾ ഉണ്ടായിരിക്കണം. എത്ര അർത്ഥവത്തായ വരി! അണ്ണാന്റെ പോലെ UDF അതുപോലെ തന്നെയാണ്. എല്ലാ അതുപോലുള്ള ചപ്പിയും ചണിങ്ങിയും ഉള്ള നേതാക്കന്മാരെ കൊണ്ട് കടന്ന് അവർക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആവേശപൂർവ്വം വിളിക്കാൻ പറ്റുമോ? കാര്യം നേരെ ചൊവ്വേ ഒരു വാക്കോ വാചകമോ പറയണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസവും വേണം, അറിവും വേണം. അതുണ്ടാക്കാൻ പറ്റാത്ത ലീഗന്മാർക്ക് അറിയാവുന്ന ഒരു പഴഞ്ചൊല്ല് പോലും ഇതാണ്. അത് വെച്ചിട്ട് ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി അത് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒന്നിന് വെളിവ് വേണ്ടേ? ഏറ്റ് വിളിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ മൂരികളെ പോലെ എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടിനും ബുദ്ധിയില്ല. അത് തന്നെയാണ് പ്രത്യേകത. രണ്ടും മറ്റേ വലിയ രൂപങ്ങളൊക്കെയാണ്. പക്ഷെ രണ്ടിനും ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെ കേൾക്കാൻ മാത്രമേ അറിയാവൂ, സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഇതുപോലൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ലീഗ് അണികളും കോൺഗ്രസ്സുകാരും ആ കൊടിയും കൊണ്ടുവന്ന് ആവേശപൂർവ്വം അണ്ണാണെന്ന് വിളിച്ച് അതേ വാചകങ്ങൾ ഏറ്റു വിളിക്കുന്നത്. ഗതികേടെന്നല്ലാതെ എന്ത് പറയാം? നമ്മുടെ രാഷ്ട്രീയമൊക്കെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്, രാഷ്ട്രീയ ബോധ്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അണികൾ എന്തുമായിക്കോട്ടെ എന്നുള്ള നിലയ്ക്കുള്ള ഒരു കൂട്ടം കച്ചവടക്കാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രത്യേക മതസ്നേഹികളായിട്ടുള്ളവരെയൊക്കെ കൂട്ടം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉള്ളതേ പുറത്തേക്ക് വരും. കാര്യം ഈ കുടത്തിലുള്ളതല്ലേ തവി കയറൂ, കുടത്തിലില്ലാത്ത കയറൂലല്ലോ. കുടത്തിലുണ്ടായിരുന്നതിന്റെ മാക്സിമം ആണ് ആ തവി കൂടെ പുറത്തു വന്നത്.